വിവാഹത്തിന് ശേഷം താൻ സിനിമയിലേക്ക് ഇല്ല എന്ന് പറഞ്ഞപ്പോൾ സംവൃതയുടെ തീരുമാനം കുറച്ച് കടുപ്പമുള്ളതായി പ്രേക്ഷകർക്ക് തോന്നിയിരുന്നു. എന്തായാലും വിവാഹശേഷം കുടുംബത്തിന് പ്രാധാന്യം നൽകി ജീവിക്കാനായിരുന്നു നടിയുടെ തീരുമാനം. 8 വർഷത്തോളം അഭിനയരംഗത്ത് സജീവമായിരുന്നു. അതിൽ ചെറിയ പിഴവുകളൊക്കെ സംഭവിച്ചിരുന്നുവെങ്കിലും അഭിനയിച്ചത്രയും സിനിമകളിൽ സംവൃത സംതൃപ്തയാണ്. നല്ല അവസരങ്ങൾ വന്നാൽ സിനിമയിലേക്ക് തിരിച്ചുവരും എന്ന് തീരുമാനിച്ചതുപോലെ ആ അവസരം ഇപ്പോൾ താരത്തിനെ തേടിയെത്തിയിരിക്കുകയാണ്. ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം നവ്യ നായർ സിനിമാ ജീവിതത്തിലേക്ക് തിരികെ എത്തിയതുപോലെ സംവൃതയും ഇപ്പോൾ സിനിമയിലേക്ക് തിരികെ എത്താൻ പോകുകയാണ്. നീണ്ട 6 വർഷത്തിന് ശേഷമാണ് സംവൃത സിനിമയിലേക്ക് വീണ്ടും രംഗപ്രവേശം ചെയ്യുന്നത്. ഒരിടവേള എടുക്കേണ്ട സമയമായിരുന്നു. ഇനി തിരിച്ചുവരവിന്റെ പാതയിലാണ്. വൈകാതെ തന്നെ താരത്തെ സിനിമയിൽ കാണാൻ സാധിക്കും. മലയാള സിനിമാ നേട്ടത്തിന്റെ പാതയിൽ നിൽക്കുമ്പോഴാണ് താരത്തിന്റെ ഈ തിരിച്ചുവരവ്. തിരികെ എത്തുന്ന സംവൃതയ്ക്കും ഒരു പിടി നല്ല വേഷങ്ങൾ കിട്ടുമെന്നാണ് ആരാധകർ. ഒരു സാധാരണക്കാരിയായി സിനിമയിലേക്ക് എത്തിയ താരം വലിയ സ്റ്റാർ ആയപ്പോഴും ആ സാധാരണക്കാരിയായി തന്നെയാണ് ജീവിച്ചതും. താരജാടകളില്ലാത്ത ആളാണ് സംവൃതയെന്ന് ഒപ്പം പ്രവർത്തിച്ച പലരും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ മലയാള സിനിമയിലേക്ക് വീണ്ടും എത്തുമ്പോൾ തന്റെ കുടുംബത്തിനും പ്രാധാന്യം നൽകിക്കൊണ്ട് തന്നെയായിരിക്കും എത്തുക. താരം സിനിമയിലേക്ക് തിരികെ എത്തുമ്പോൾ ആരാധകർ ഏറ്റവും കൂടുതൽ കാത്തിരുന്ന നിമിഷം കൂടിയായിരിക്കും ഇത്. സിനിമയിൽ നിന്ന് നീണ്ട ഇടവേള എടുത്തെങ്കിലും എന്നും പ്രേക്ഷകർ ഓർത്തിരിക്കുന്ന താരം കൂടിയാണ് സംവൃത. അതുകൊണ്ട് തന്നെ താരത്തിന്റെ തിരിച്ചുവരവ് ഒരുപാട് ആരാധകർ ആഗ്രഹിക്കുന്നുണ്ട്. കണ്ണൂർ ചാലാടില എന്ന സ്ഥലത്താണ് സംവൃത ജനിച്ചത്. കണ്ണൂരിലെ സെന്റ് തെരേസസ് ആംഗ്ലോ ഇന്ത്യൻ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് സംവൃത സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. എറണാകുളം സെന്റ് തെരേസാസ് കോളേജിൽ നിന്ന് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിൽ ബിരുദം നേടിയ അവർ അണ്ണാമല യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പരസ്യത്തിൽ ബിരുദാനന്തര ബിരുദം നേടി. കോളേജ് സമയത്താണ് സംവൃതയ്ക്ക് സിനിമയിലേക്കുള്ള വിളിയെത്തുന്നത്. 2004 നാടൻ ലുക്കും നീളൻ തലമുടിയുമുള്ള ഒരു ശാലിന സുന്ദരിയെ മലയാള സിനിമയ്ക്ക് ലഭിച്ചു. നടൻ ദിലീപിന്റെ നായികയായി തൊട്ടുരുമിയിരിക്കാൻ കൊതിയായി എന്ന ഗാനരംഗത്തിലൂടെ ആ നായിക പതിയെ പ്രേക്ഷകരുടെ മനസ്സിൽ ചേക്കേറി. സംവൃത സുനിൽ. താരത്തിന്റെ ആദ്യ ചിത്രം ലാൽ ജോസ് സംവിധാനം ചെയ്ത രസികൻ എന്ന സിനിമയായിരുന്നു. ഈ ചിത്രം ചെയ്യുമ്പോൾ കോളേജ് വിദ്യാർത്ഥിയായിരുന്നു താരം. പിന്നീട് ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ സംവൃതയ്ക്ക് മലയാള സിനിമയിൽ തേടിയെത്തി. ശ്രീകാന്ത് നായകനായ ഉയിർ എന്ന ചിത്രത്തിലൂടെ തമിഴ് ചലച്ചിത്ര മേഖലയിലും എവിടന്തേ നാക്കെന്തി എന്ന ചിത്രത്തിലൂടെ തെലുങ്കിലും സംവൃത സാന്നിധ്യം അറിയിച്ചു. സഹനായികയായാണ് തുടക്കകാലത്ത് സംവൃതയ്ക്ക് അവസരങ്ങൾ ലഭിച്ചത്. കരിയറിന്റെ ഏതാണ്ട് പീക്ക് ടൈമിൽ നിൽക്കുമ്പോഴാണ് സംവൃതയുടെ കല്യാണം നിശ്ചയിക്കുന്നത്. US ജോലിക്കാരനായിരുന്ന അഖിൽ ജയരാജിനെ 2012 സംവൃത വിവാഹം കഴിച്ചത്. തുടർന്ന് സിനിമയിൽ ഒരു ചെറിയ തിരിച്ചുവരവ് നടത്തിയെങ്കിലും കുടുംബത്തിന്റെ പ്രാധാന്യം നൽകി സംവൃതയും US പോവുകയായിരുന്നു. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തുക.